പി ശശിയുമായി ബന്ധപ്പെട്ട അന്വേഷണമില്ല എന്താണോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതുതന്നെ അൻവറിൻ്റെ ഒരു ആവശ്യമായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ ADGPയുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട് നടപടികളിലേക്ക് പോകേണ്ട, ADGP തിരക്കിട്ട് മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, അതിലൊട്ടും അത്ഭുതമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ കവച കുണ്ടലങ്ങളാണ് ശശിയും അജിത് കുമാർ എന്ന് ഞാൻ പിരിഞ്ഞാന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഭാഗം തന്നെയാണ് ഈ തീരുമാനം. പിണറായി എന്ത് പറയുന്നു അതാണ് സെക്രട്ടേറിയറ്റിലൂടെ പുറത്തു വരുന്നത്. എല്ലാവരും CPMന്റെ എല്ലാ നേതാക്കന്മാരും പിണറായിയുടെ അടിമകളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഒട്ടും അത്ഭുതമില്ല. ഈ ADGPയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലൊരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പാർട്ടിയും കരുതുന്നത്. അന്വേഷണ റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയമായി ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണെങ്കിൽ അതിൽ സാങ്കേതികമായി പിഴവില്ല. ഒരു ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ നേതാക്കളെ കാണാം, പല രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നുണ്ട്. അത് രാഷ്ട്രീയമായ ഒരു പരിശോധനയല്ലേ വേണ്ടത്? അങ്ങനെ ഒരു പരിശോധന ഇല്ല. ഇവിടെ രാഷ്ട്രീയ പരിശോധനയുടെ കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ADGPന്റെ RSS നേതാക്കളെ കണ്ടതിനെ കുറിച്ച് പിണറായിക്ക് തന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ പോരെ അജിത് കുമാറിനോട്? എന്തിനാണ് പോയി കണ്ടത്? എന്തിനു അന്വേഷണം നടത്തിയ ഒരു പ്രഹസനം ഉണ്ടാക്കുന്നതിനാ? അപ്പോ ഇതിൽ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞ അജിത് കുമാറിനെയും അതുപോലെ തന്നെ പി ശശിയെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനവും പിണറായിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് DGP തന്നെ ADGPയുടെ റിപ്പോർട്ട് തള്ളുകയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു അന്വേഷണം സ്വാഭാവികമായും പോകേണ്ടി വരില്ലേ? അല്ല, അത് ഞങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ, അത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ ADGPക്കെതിരെയുള്ള തെളിവുകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അല്ല, ഏതായാലും ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അജിത് കുമാറിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അല്ല, അത് പുതിയൊരു അന്വേഷണം വേണം എന്നുള്ളതാണ് അല്ലേ? അത് ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം. അതല്ലാതെ ഒരു അന്വേഷണം അംഗീകരിക്കില്ല. ഇല്ല. ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള തന്ത്രം തന്നെയാണ് എന്നതിലേക്ക് എത്തുകയാണോ ശ്രീ മുരളീധരൻ? തീർച്ചയായിട്ടും അത് BJP വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2023 മെയ് മാസത്തിലുണ്ടായ ആ സംഭാഷണം എന്ന് പറയുന്നത് എങ്ങനെ BJPനെ ഇവിടെ സഹായിക്കാം, അതിന്റെ പ്രാരംഭ ചർച്ചകളാണ് 2023 മെയ് മാസത്തിൽ ആരംഭിച്ചത്. അതിന് അനുയോജ്യമായിട്ടുള്ള സമയത്ത് പൂരം കയ്യിൽ വന്നു. അത് ഇവര് കൈകാര്യം ചെയ്തു. പൂരം കുളമാക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. ശരി, വളരെ നന്ദി ശ്രീ K മുരളീധരൻ പ്രതികരിച്ചതിന്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നിലപാട്. K മുരളീധരൻ തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഘട്ടത്തിലാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടൊന്നുകൂടി കടുപ്പിച്ച് പറയുന്നത്. പി ശശിയെയും അതോടൊപ്പം തന്നെ ADGP അജിത് കുമാറിനെയും മാറ്റില്ല, അവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ കവച കുണ്ടലങ്ങളാണ് എന്ന തൻ്റെ പ്രതികരണം ആവർത്തിക്കുകയാണ് K മുരളീധരൻ.